ഈശോയിൽ പ്രിയമുള്ളവരെ, സമ്പന്നൻ ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് പോലെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സാധ്യതകൾ കുറവാണ് സമ്പന്നൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ധ്യാനിക്കുമ്പം അങ്ങനെ ഒരു ആശയമാണ് അതിൽ നിന്ന് വരിക. സമ്പന്നന് സ്വർഗത്തിൽ പോകാൻ വളരെ പ്രയാസമാണെന്നാണ്. എന്തുകൊണ്ടാണ് സമ്പന്നന് അങ്ങനെ പ്രയാസമാണെന്നാണ് പറയുന്നത്? കാരണം സമ്പന്നന് ഒരുപാട് അനുഗ്രഹിക്കപ്പെടുകയാണ് അവൻ. ഈ സമ്പത്ത് വരുമ്പോൾ അവനെ ആഗ്രഹിച്ചതൊക്കെ നേടാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ സാധിക്കുന്നു. സോ സമ്പന്നത ഒരു മനുഷ്യനെ ഒരു പക്ഷേ സ്വാർത്ഥനാക്കാം, അല്ലെങ്കിൽ അവൻ അവൻ്റെതായ സുഖഭോഗങ്ങളിൽ മുഴുകാം. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ദൈവം ഒരു പക്ഷേ ഈ സമ്പന്നത അങ്ങനത്തെ ഒരു വചനഭാഗം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് സമ്പത്ത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാത്തവനെ ഓർത്തിട്ടാണ്. ഒരു കാലത്ത് എനിക്ക് സമ്പന്നത എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത, എനിക്ക് അകൽച്ച തോന്നുമായിരുന്നു. എനിക്ക് അത്തരം ആളുകളുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു സുഹൃത്തിനെ ദൈവം തന്നു. എനിക്ക് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ പോലും ഈ സമ്പന്നതയെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് ഞാനിവിടെ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു. വളരെ ഒരു കോടീശ്വരനായിട്ടുള്ള ഒരു സുഹൃത്താണ് കേട്ടോ. പക്ഷേ ഇത്രയും ഹമ്പിളായിട്ട് പെരുമാറുന്ന, എളിമയോടുകൂടെ പെരുമാറുന്ന ഒരു സുഹൃത്ത് വേറെ ഇല്ല. എന്നുവെച്ചാൽ ഒരു സമ്പന്നനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. എനിക്ക് സമ്പന്നരായിട്ട് പരിചയമില്ല, പക്ഷേ വളരെ എളിമയോടുകൂടിയാണ് ഇടപഴകുന്നത്. അവരുടെ ഒരു ഭാര്യ ഡോക്ടറാണ്, അദ്ദേഹം ഒരു ബിസിനസ് ആണ്. പക്ഷെ എന്നിട്ടും ഞാൻ അവർ താമസിക്കുന്ന വീടിൻ്റെ ഒരു റൂമിൻ്റെ അത്ര വലിപ്പം പോലെ ഇല്ലാത്തൊരു റൂമിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിലും ഞങ്ങളുടെ വീടിന് ഒന്നിനെയും നമ്മളെ ഇല്ലാത്തവനെ എന്തെങ്കിലും തരത്തിൽ ചെറുതാക്കി കാണിക്കുകയോ അല്ലെങ്കിൽ ഇല്ലെന്ന് കരുതി എന്തെങ്കിലും തരത്തിലൊരു ഇതാക്കുകയോ അങ്ങനെയൊന്നുമില്ല. എല്ലാ തരത്തിലും നല്ല ഒരു മനുഷ്യനായ ഒരു സമ്പന്നൻ. അപ്പോൾ അയാൾ സ്വർഗത്തിൽ പോയില്ലേ? അയാൾ സ്വർഗത്തിൽ പോകും. സോ സമ്പന്നത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാപം ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്, പക്ഷേ സമ്പന്നത ഒരു പാപമല്ല. നമ്മൾ ഈ ഭക്തിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. കർത്താവാണ് നമ്മളെ പോറ്റുന്നത്. ഞാൻ അത്ഭുതകരമായിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിക്കും. എൻ്റെ ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം വളരെ തുച്ഛമായ ശമ്പളമാണ് അധ്യാപകർക്ക് നോർത്ത് ഇന്ത്യയിലുള്ളത്. നോർത്ത് ഇന്ത്യ വെച്ചാൽ കേരളത്തിൽ ഇത്രയും ഇതിനേക്കാളും സാലറി കുറവാണ്. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാ സംസ്ഥാനത്തും ശമ്പളം ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെ എക്സ്പെൻസീവ് കൂടിയ നാടുകളിലേക്ക് വരുമ്പോൾ ഇവിടെ ശമ്പളവും കുറവാണ്, ചിലവും ഭയങ്കര കൂടുതലാണ്. ഇത് സിറ്റി ആണല്ലോ. സോ ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അതായത് ഒരു മാസം ജീവിക്കാനുള്ള പണം ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചാലും ഞങ്ങൾക്ക് ആവശ്യങ്ങൾ തയ്ച്ചാൽ ഭക്ഷണം കഴിക്കാനുള്ളത് ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് സ്കൂൾ ഫീസ്, വീട്ടു ചെലവ്, റെൻറ്റ് ഇതൊന്നിനും ഉള്ളതില്ല. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ ഞാനിവിടെ ആത്മീയമായ ദേവാലയമുണ്ട്, ബാക്കി സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് മാത്രം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് അത്ഭുതം, എന്നെ ഈ വീഡിയോ ചാനൽ കാണുന്നുണ്ടോ അവരൊന്നും എനിക്കറിയില്ല. എന്നെ പലരും ഈ കറക്റ്റ് എൻ്റെ അക്കൗണ്ടിൽ പൈസ തീരുന്ന സമയത്ത് ആരെങ്കിലും എന്നെ സഹായിക്കാറുണ്ട്. ഞാൻ അവരോട് പറയാറില്ല എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലെന്ന്. ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് ഇങ്ങനെ ഒരു ആവശ്യം വരുന്നുണ്ട്, ഫീസ് അടയ്ക്കാറായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. കർത്താവാണ് പോറ്റുന്നതെന്ന് പറയുന്നത് വെറുതെ അല്ല. പക്ഷെ ആ മേഖലയിൽ അത്രയും വിശ്വാസം നമുക്ക് ഉണ്ടാവണം കർത്താവ് പോറ്റുമെന്ന്. കയ്യിൽ പൈസ ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ വല്ലാത്ത അസ്വസ്ഥതയിലേക്ക് പോകും. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങും അല്ലേ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന് നിങ്ങളെ പോറ്റാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിൽ അത്ഭുതകരമായ കാര്യം, എനിക്ക് ആവശ്യമുള്ള അത്ര പൈസ മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് കിട്ടാറില്ല. അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നും ഒരു സഹായം കിട്ടാറില്ല. എപ്പോഴാണ് എൻ്റെ കയ്യിൽ പൈസ തീരുന്നത് അപ്പോഴാണ് കൃത്യമായിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അത് കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസയായിരിക്കും. ഒരു തവണ ഞാൻ ഓർക്കുന്നുണ്ട്, ബിസ്ക്കറ്റ് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നാണ് ഞാൻ ഈ പൈസയുടെ ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ ദൈവത്തിനെല്ലാം സാധിക്കും, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ദൈവത്തിന് പോറ്റാൻ കഴിയും എന്ന് എനിക്കറിയാമായിരുന്നു. ഇത്രയും നാളും എന്നെ പോറ്റിയത് ദൈവം തന്നെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സമ്പന്നത ഒരു പാപമല്ല. അത് പാപമാകുന്ന സാഹചര്യങ്ങളുണ്ട്, പക്ഷെ അത് പാപമല്ല. അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. സോളമനെയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചല്ലോ. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ പോറ്റാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ പോറ്റാൻ, പരിപാലിക്കാൻ ദൈവത്തിന് സാധിക്കും. സോ നിങ്ങൾ ദരിദ്രത്തിലാണ് കിടക്കുന്നതെങ്കിലും ദൈവത്തിന് നിങ്ങളെ പരിപാലിക്കാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി മേഖലയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സംഗതി തുറന്ന് തന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവം അത്ഭുതകരമായ വ്യക്തികളിലൂടെ ഇടപെട്ടിട്ടായിരിക്കാം ദൈവത്തിന് നിങ്ങളുടെ മേഖലയിൽ ഇടപെടാൻ സാധിക്കും. സോ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ആളുകളെ സഹായിക്കാറുണ്ട്. സോ അതിൽ ഞാൻ അത്ഭുതകരമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ചേച്ചി, അതായത് എൻ്റെ മകന് ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു മാസത്തേക്കുള്ള ഫുഡ് അവിടെ നിന്ന് കിട്ടത്തുള്ളൂ. അതില്ലാത്തത് കൊണ്ട് എങ്ങനെ കറക്റ്റ് ഇത്ര എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്ന്, എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിക്കുന്നതും അവരെ സഹായിക്കുന്നതും. അവർക്ക് കൃത്യമായിട്ട് എത്ര ആവശ്യം ഉണ്ടായിരുന്നോ അത്ര മാത്രമേ എൻ്റെ കയ്യിലും കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. സോ ഈ പണത്തിൻ്റെ മേഖലയിൽ ദൈവം ഒരുപാട് ഇടപെടുന്നുണ്ട്. ഇനി ദരിദ്രരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളാണ്. കൃത്യമായിട്ട് പല കാര്യങ്ങളിലും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഭക്തി നിങ്ങളെ ഒരിക്കലും സമ്പന്നരാകുന്നതിൽ നിന്നും തടയേണ്ട കാര്യമില്ല.
ഇതാണ് ഇതിൻ്റെ ഇന്നത്തെ ദിവസത്തെ മെയിൻ പോയിന്റ്. ഇത് ദൈവം എന്നെ പഠിപ്പിച്ചത് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഭക്തിയുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഉള്ളത് മതി, പക്ഷെ അത് നിങ്ങളെ അനുഗ്രഹമായി മാറണം. അതായത് നിങ്ങളിപ്പം ദാരിദ്ര്യമാണ്, ഇപ്പം സിസ്റ്റർമാർ ദാരിദ്ര്യം അനുഭവിക്കുന്നു, അവർ അതിനു വേണ്ടി അവർ ദാരിദ്ര്യമൊന്നും അനുഭവിക്കുന്നില്ല അത്ര കാര്യമായിട്ട്, പക്ഷെ ദാരിദ്ര്യവ്രതം അവർ സ്വീകരിക്കുന്നു. സോ അത് അവരുടെ നീഡാണ്, അത് അവർക്ക് വേണ്ടതാണ്, അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ അവർ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് കിടക്കുന്നത്, നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ല, പണം സമ്പത്ത് എന്ന് പറയുന്നതിന് ഒരു പിശാചായിട്ട് കാണരുത്. അത് പിശാചാകുന്ന മേഖലകളുണ്ട്. ഞാൻ ഇത് തിരുത്തി പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിനെ ഒരു പിശാചായി കാണുന്നിടത്തോളം ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് മാറില്ല. നിങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കേണ്ടി വരും. നിങ്ങൾ ദാരിദ്ര്യത്തിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടല്ല സമ്പന്നനായൊരു ദൈവം നമുക്കുണ്ടായിട്ടുള്ളത്. സോ ദാരിദ്ര്യത്തിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം മാറാതെ നിങ്ങൾക്ക് ദാരിദ്ര്യം തിന്മയാണെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ സമ്പത്തും തിന്മയല്ല. ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സിലല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് വരില്ല. ഇതാണ് സമ്പത്തിൻ്റെ ആത്മീയത. അതായത് ഒരു കാലഘട്ടത്തിൽ എനിക്ക് സമ്പന്നത എന്ന് പറയുന്നതിന് എനിക്ക് വെറുപ്പായിരുന്നു, എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ കാര്യത്തിൽ മനുഷ്യരിലൂടെ ദൈവം എന്നെ തിരുത്തി. വ്യക്തികൾ, ഞാൻ ഒരുപാട് സമ്പന്നരെ കണ്ടു, വളരെ നല്ല മനുഷ്യർ. അത് എൻ്റെ ആന്തരികതയിലെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ശരി ആവശ്യമില്ലാത്ത തിന്മയായിട്ടുള്ള അങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവം അതിനെടുത്ത് തിരുത്തി. എന്നിട്ട് ദൈവം പറഞ്ഞ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു പാപമല്ല, നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിന്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് കൊടുക്കാനാണ്. അപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് കൂടുതൽ തരുന്നത്. നിങ്ങൾക്ക് തന്നെ ഇപ്പം എനിക്ക് പലപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുന്നില്ല, കാരണം ഒരാൾക്ക് എടുത്ത് കൊടുക്കാൻ മാത്രമുള്ള എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചിലരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു ആവശ്യം ഒരാൾ പറയുന്നുണ്ട്, ചിലർക്ക് ഓപ്പറേഷനാണ്, ചില എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആരുടെയെങ്കിലും ചോദിക്കണം, അവരെനിക്ക് തരണം, ഞാൻ കൊടുക്കണം. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്കത് ചോദിക്കാതെ തന്നെ കൊടുക്കാൻ കഴിയും. സോ നന്മ പ്രവർത്തികൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ സമ്പന്നരാക്കാം. ഇനി നിങ്ങൾക്കൊരു ഉയർച്ച വേണം. ഡാനിയലച്ചൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ, എല്ലാ കാലത്തും നിങ്ങളൊരു വാടക വീട്ടിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല, നിങ്ങൾക്കൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് നാല് പേരും കൂടെ ഒരു 2 വീലറിൽ പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ദൈവം തന്നെയാണ്. സോ സമ്പത്ത് എന്ന് പറയുന്നത് പാപമല്ല, പക്ഷെ സമ്പത്തിൻ്റെ സമയത്തും കൃത്യമായിട്ട് പ്രാർത്ഥനയോടുകൂടെ ദൈവത്തോടു കൂടെ ആയിരിക്കാനും ദൈവം തരുന്ന സമ്പത്തിനെ അനുഗ്രഹിച്ച് അത് ദൈവത്തിൻ്റെ ആ ഒരു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും നമുക്ക് എപ്പോഴും സാധിക്കണം. എന്താണ് ഭക്തിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രശ്നം എന്ന് പറയുക, ഭക്തിയിലേക്ക് വരുന്ന മനുഷ്യർ അവർ പിന്നെ ഇല്ലായ്മകളെ സ്നേഹിക്കാൻ തുടങ്ങണം. തെറ്റാന്നല്ല ഞാൻ പറയണം. ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഞാനും ദാരിദ്ര്യത്തിന് തന്നെയാണ്, എനിക്ക് കുഞ്ഞു വീട് മതി, ഒരു ഒറ്റമുറി വീട് മതി, അപ്പോൾ ഇല്ലായ്മയിലും വല്ലായ്മയിലും എനിക്ക് കർത്താവിനെ കൂടുതൽ വിളിക്കാൻ പറ്റുന്നു, അത് ശരി തന്നെയാണ്, ഒരു കാലഘട്ടം വരെ ശരിയാണ്. പക്ഷെ അത് എൻ്റെ യാത്രയെ തടയാൻ പാടില്ല. ഇപ്പോൾ എന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളുണ്ട്, എനിക്ക് അതിലേക്ക് ഒന്നും എത്താൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് കുഞ്ഞുങ്ങളെ ഫീസിനെ കുറിച്ച് ആലോചിക്കണം, എനിക്ക് വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, അതിനുവേണ്ടി ചിലവിനുള്ള കാര്യം ആലോചിക്കണം. ഇതെല്ലാം ഞാൻ തന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് സ്പിരിച്വലി വളരാൻ സാധിക്കത്തില്ല. ഇതെല്ലാം എനിക്ക് സ്ട്രഗിൾസ് ആയിട്ട് മാറും. അപ്പം എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നടപ്പിലാകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എൻ്റെ ദാരിദ്ര്യമാണെങ്കിൽ ആ ദാരിദ്ര്യത്തിൻ്റെ മേഖലയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു പുതിയ മേഖല ദൈവം നിങ്ങൾക്ക് തുറന്നു തരും, അല്ലെങ്കിൽ പുതിയ ജോലി സാധ്യത ദൈവം നിങ്ങൾക്ക് തുറന്നു തരും, അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ ഒരു സാധ്യത നിങ്ങൾക്ക് തുറന്നു തരും. അപ്പം ആണ്ടിൽ നിങ്ങൾ ആ സമ്പന്നതയെ സ്വീകരിക്കത്തക്ക മനസ്സിനെ നിങ്ങൾ ഓപ്പൺ ആക്കി വച്ചില്ല എങ്കിൽ സമ്പന്നത തന്ന ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് സമ്പന്നത വരത്തില്ല. നിങ്ങൾക്ക് പണത്തിനെ ആകർഷിക്കാൻ പറ്റുന്നൊക്കെ മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവമേ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ നീ ഇടപെടണമേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. സമ്പത്ത് ദൈവം തരും. ഇനി ദൈവത്തിനൊരു സമയമുണ്ടോ, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിട്ടില്ലാന്ന് ദൈവത്തിന് തോന്നി ദൈവം തരത്തില്ല. ഇപ്പം ഞാൻ പൈസയെ കൈകാര്യം ചെയ്യാൻ പഠിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്പിരിച്വാലിറ്റിയിലായിരിക്കുമ്പോൾ തന്നെയും പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ആരും എന്നെ പഠിപ്പിക്കുന്ന പോലെ എനിക്കറിയില്ല. ഞാൻ അത്രയും പണം കൈകാര്യം ചെയ്തിട്ടില്ല. സോ ആരും എന്നെ പഠിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ദാരിദ്ര്യത്തിൽ എല്ലാ കാലത്തും കിടക്കാനും ഇല്ലായ്മയിലും വല്ലായ്മയിലും കിടക്കാനും ദൈവം നിങ്ങളെ, അതാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എന്ന് നിങ്ങൾ എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. അതിൽ ദൈവം മാറ്റം വരും. ദൈവത്തെ വിളിക്കുന്നവനല്ലേ ഉയർച്ച വേണ്ടത്, ദൈവത്തിന് വിളിക്കുന്നവനല്ലേ സമ്പത്ത് വേണ്ടത്. അതായത് നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകൾക്കാണ് പണം ഉണ്ടാകേണ്ടത്, എങ്കിലാണ് അവർ മറ്റുള്ളവരെ സഹായിക്കത്തുള്ളൂ. തിന്മയുടെ ശക്തിയിലുള്ളവൻ്റെ കയ്യിൽ പണം ഉണ്ടായിട്ട് അവൻ ആരെ സഹായിക്കാനാണ്? സോ എന്നെ കേൾക്കുന്ന മനുഷ്യരിൽ അസാധാരണമായ ദാരിദ്ര്യം, കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ, കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം അല്ലേ? അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് തന്നെ ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവർക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി ഇതേ അവസ്ഥ തന്നെ എൻ്റെ മക്കൾക്കും വരുന്നു. സോ അതിൻ്റെ ഇടയിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുവാണ്, അപ്പോൾ എൻ്റെ ഈ കഷ്ടപ്പാടിലും സ്ട്രഗിൾസിലും നീ ഇടപെടണമേ.
അപ്പം നമ്മളവിടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുവാണ്. അപ്പം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി കര ഉയർത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കയ്യിൽ സമ്പന്നതയുണ്ട്, സമ്പത്തുണ്ട്, പണമുണ്ട്, സ്വത്തുകൾ തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു പുതിയ വീട് തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, കാർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എവിടെയോ നിങ്ങൾ ദാരിദ്ര്യത്തെ തന്നെ പിടിച്ചേക്കുന്നത്. പണത്തിന് നിങ്ങൾക്ക് താല്പര്യമില്ല. പണം പിശാചാണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഭക്തർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് കേട്ടോ അത്. പണം ഒരു തരം പിശാച. പണം വന്നു കഴിഞ്ഞാൽ ഞാൻ നശിക്കും, പണം വന്നു കഴിഞ്ഞാൽ എൻ്റെ എളിമ നഷ്ടപ്പെടും, പണം വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ദൈവത്തോട് പറയണം, എനിക്കിതിനെ കൈകാര്യം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണേ. എന്ത് വന്നാലും നിങ്ങൾ ദൈവത്തെ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളല്ല നമ്മളെ രക്ഷിക്കുന്നത്. സോ എന്ത് വന്നാലും ദൈവത്തെ കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എല്ലാ കാലത്തും നിങ്ങളോട് പ്രസംഗിച്ചിട്ടുള്ളത്. ഈ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ വയറ് വിശന്നിരിക്കുമ്പോൾ നമുക്ക് ബൈബിൾ എടുത്ത് കൈ പിടിക്കാൻ പോലും ചിലപ്പോൾ പറ്റണമെന്നില്ല. കാരണം നമ്മുടെ ശരീരം തളർന്നിരിക്കുകയാണ് അല്ലേ. അതുപോലെ നമ്മൾ പട്ടിണി കിടക്കുന്ന സമയത്ത് നമുക്ക് ഹല്ലേലൂയ പറയാൻ പോലും നമുക്ക് പറ്റില്ല. ഒരു ദൈവഭക്തൻ നമ്മളെ കണ്ട എന്താ ആദ്യം ചെയ്യണ്ടേ? ഹല്ലേലൂയ പറയുക. ദൈവം നിന്നെ പോറ്റുന്നല്ല പറയുക, നിനക്ക് വിശപ്പനുള്ളത് തരും. സോ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പോരായ്മയുണ്ട്. അത് എല്ലാ മനുഷ്യരുടെയും കോളല്ല. ദാരിദ്ര്യത്തിൽ കിടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ ആത്മീയ തലത്തിലേക്ക് വളരാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എണീക്കുമ്പോൾ എനിക്ക് കടബാധ്യതകളാണ് എൻ്റെ തലയിൽ മൊത്തം ഇരിക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ബൈബിൾ എടുത്ത് വെച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം? സോ നിങ്ങളിൽ ആരൊക്കെയോ സാമ്പത്തിക മേഖലയിൽ ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. സമ്പത്ത് നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജോലി മേഖലകൾ തുറക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കുന്നുണ്ട്. സമ്പത്ത് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു ഒറ്റയടിക്കുള്ള ഒരു സമ്പത്തല്ല നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങളെ പടിപടിയായിട്ട് ദൈവം സാമ്പത്തിക മേഖലയിൽ ഉയർത്താൻ പോവുകയാണ്. ദാവീദ് ഭവനത്തിന്റെ താക്കോൽ നിന്റെ കയ്യിൽ ഞാൻ വെച്ച് തരും. നീ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അടച്ചാൽ ആരും തുറക്കുകയില്ല. സമ്പത്തിന്റെ മേഖലയിൽ ഈ നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സാമ്പത്തിക മേഖലയിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങളെ ഈ നിമിഷം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബം പോലും ഇല്ല, ഒരു വീടില്ല, പ്രായപൂർത്തിയായ മക്കളുണ്ട്, പക്ഷെ ഒരു വീടില്ല, ഒരു ഒറ്റമുറി വീടാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യമാണ്, ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, ഏത് പ്രശ്നമാണ്, വീടുകൾ നൽകി ദൈവം അനുഗ്രഹിക്കുന്ന ഒരു നിമിഷമാണെന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ദൈവം എനിക്ക് വീട് തരാൻ പോവാണ്. കർത്താവ് ഭൂമി അവകാശമായി തന്ന ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനി ജോലി മേഖലയിൽ നിന്നെ പോറ്റേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവം നിന്നെ പോറ്റും. നിന്നെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ പോറ്റും. നിന്നെ പട്ടിണിക്കിടാനല്ല ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവിടുന്ന് നമുക്ക് തന്നിട്ടുള്ള അധികാരങ്ങളുടെ ആ ഒരു തണലിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചിന്തിയിട്ടുള്ള പീഡാസഹനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, അവിടുത്തെ തിരുരക്തത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ ഇടപെടണമേ. അതിശക്തമായ രീതിയിൽ ഞങ്ങളുടെ ശക്തി പ്രവഹിക്കണമേ. സമ്പന്നത കർത്താവെ യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും എന്ന് അങ്ങ് ഏറ്റു പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകണമേ. ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലേക്ക് ദൈവത്തിന്റെ കൃപ ഇറങ്ങണമേ. ജോലി തടസ്സം, സാമ്പത്തിക ഞെരുക്കം, കടബാധ്യതകൾ, ഇതിന്റെ മേഖലകളിലേക്കൊക്കെ നിന്റെ കൃപ ഇറങ്ങണമേ. ഈ നിമിഷം അങ്ങേ സന്നിധിയിൽ ഞങ്ങളുടെ ഈ മേഖലകളെല്ലാം വിട്ടുകൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം ഈ മേഖലകളുടെ മേലും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും കുടുംബങ്ങളിലുള്ള മേഖലകളിൽ ഈ സാമ്പത്തിക ഞെരുക്കത്തിന്റെ മേഖലകളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ ഒരു അത്ഭുതം നടക്കും അത് നിന്റെ നാമത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. കർത്താവെ സാമ്പത്തിക മേഖലയിൽ നിന്നെ ഞങ്ങൾക്ക് ഒരു തുറവി തരുന്നതായിട്ട് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു അത്ഭുതകരമായ ഇടപെടൽ നീ നടത്തുവാണ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞതായിട്ട് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ശക്തമായ ദൈവം പ്രചോദനം തരുന്നുണ്ട്. ശക്തമായ രീതിയിൽ ദൈവം എന്നെ കടുത്ത സംഘർഷങ്ങളിലൂടെയാണ് കടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ ആത്മീയമായിട്ട് എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറാൻ പോവാണ്. നിങ്ങൾക്ക് അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ ദരിദ്രരെ മറക്കരുത്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ മറക്കരുത്, ഇല്ലാത്തവരെ നിങ്ങൾ മറക്കരുത്. അങ്ങനെ മറന്നാൽ ദൈവം തന്നത് ദൈവം തന്നെ തിരിച്ചെടുക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. അതിശക്തമായ ഒരു ശുശ്രൂഷയുടെ അഭിഷേകം ദൈവം എന്നിലേക്ക് തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ വളരെയധികം ഐസൊലേറ്റഡ് ആവുന്നു. എനിക്ക് ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു അഴിച്ചുപണി നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഒരു വലിയ ഒരു പുതിയ മാറ്റത്തിലേക്ക് ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമായി മാറാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.